സ്നേഹസംഗമമാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുക്കുന്നവർ പരിയാരം സെന്റ് ജോർജ് പള്ളി വികാരിയായ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കോനൻ, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI, സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഇസ്കാഫ് സംസ്ഥാന സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റും കരുളായി ഗ്രാമമലയാളം ലൈബ്രറി പ്രസിഡന്റും അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ K. മനോജ്, വനിതാ ലീഗ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്റ്റേറ്റ് കൗൺസിലറും ഡോക്ടർ അംബേദ്കർ ഡെവലപ്പ് സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി, ഓൾ ഇന്ത്യ SC/ST ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമതി സുമതി ബാബുക്കുട്ടൻ ഏഞ്ചൽ റോസ്, നാടക സിനിമാ നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ സരീഷ് പുളിഞ്ചേരി, തിരുവനന്തപുരം മ്യൂസിയത്തിൽ ബയോളജിസ്റ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ലാബ് അസിസ്റ്റന്റ്, മലപ്പുറം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ, മമ്പാട് റഹ്മാനിയ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഭിന്നശേഷി മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീമതി ഷാഹിന മമ്പാട് എന്നിവരാണ് ഇന്നത്തെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യപരിപാടി 191ാമത് സ്നേഹസംഗമം ഈ ആഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സ്വിമ്മിംഗ് ഗ്രൂപ്പാണ്. ഇന്നത്തെ സ്നേഹസംഗമം അവതരിപ്പിക്കുന്നത് കുമാരി സിബി വർഗീസ്, പത്തനംതിട്ട. ഇന്നത്തെ സ്നേഹസംഗമത്തില് ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി രതി ബാലൻ പുത്തൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രതി. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. ആയിരം ആയിരങ്ങൾ ആയിരം ആയിരങ്ങൾ കേഴുന്നു, ആയിരം ആയിരങ്ങൾ നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നീറുന്നു മാനസങ്ങൾ, ആയിരം ആയിരങ്ങൾ കണ്ണീർ താഴ്വരയിൽ നീടാ കേഴുന്നമ്മേ. നീറുന്നു മാനസങ്ങൾ, ആയിരം ആയിരങ്ങൾ കണ്ണീർ താഴ്വരയിൽ കേഴും ഇതാമ്മേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാനാഥേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, ദിവ്യസുലോവിങ്കിൽ ചേർക്കണേ മക്കളെ നീ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, ദിവ്യസുലോവിങ്കിൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. താങ്ക് യു രതി. നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന താങ്ക് യു.
പുതിയതായിട്ട് നമ്മുടെ ഈ 191ാമത് സ്നേഹസംഗമത്തില് സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിമിൽ 191ാമത് സ്നേഹസംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻഡ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് റെവറൻഡ് ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ, പരിയാരം സെന്റ് ജോർജ് ചർച്ച് വികാരിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ അതിലുപരി ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഇസ്കഫ് സംസ്ഥാന അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, കരുളായി ഗ്രാമമലയാളം ലൈബ്രറി പ്രസിഡന്റ്, അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ K. മനോജ് സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. വിശിഷ്ട അതിഥി വനിതാ ലീഗ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സ്റ്റേറ്റ് കൗൺസിലർ, ഡോക്ടർ അംബേദ്കർ ഡെവലപ്മെന്റ് സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സുമതി ബാബുക്കുട്ടൻ ഏഞ്ചൽ റോസ്. മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയാൻ എത്തിയിരിക്കുന്നത് നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ, നാടകം, സിനിമ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ സരീഷ് പുളഞ്ചേരി. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയാനായിട്ട് എത്തിയിരിക്കുന്ന തിരുവനന്തപുരം മ്യൂസിയത്തിലെ ബയോളജിസ്റ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് ലാബ് അസിസ്റ്റന്റ് ഒക്കെ ആയ ശ്രീ ഷാഹിന മമ്പാട്. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവതരണം ചെയ്യാൻ എത്തിയിരിക്കുന്ന കുമാരി സിബി വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥന ഗാനം ആലപിച്ച കുമാരി രതി ബാലനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. റിപ്പോർട്ട് വായിക്കുന്ന കുമാരി ലീന MG നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി പറയാൻ എത്തിയിരിക്കുന്ന കുമാരി ട്രീസ മുള്ളൂർക്കരയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. PRO ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ദർശന സ്വിമ്മിംഗ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ദർശന ക്ലബിന്റെ എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സിമിൽ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായിട്ട് കുമാരി ലീന MJ നാട്ടികയെ ക്ഷണിച്ചുകൊള്ളുന്നു. ലീന. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സർവോത്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ ഇവയാണ്. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീം, കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളിലൊന്നാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസികോല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് തിരുഹൃദയ ഗ്രൂപ്പ്.
ജീവന്റെ ഉറവ ചലന പരിമിതർക്കും കാഴ്ച പരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം പ്രവർത്തിച്ചു വരുന്നു. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വ്യഥകൾ പരസ്പരം പങ്കുവയ്ക്കാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ട ഒരു ഗ്രൂപ്പാണിത്. മാർഗദർശികൾ ഗ്രൂപ്പ് ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ ചലന പരിമിതരും കാഴ്ച പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് ഫോറസ് വിധവകളായി കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ധൈര്യം സംഭരിച്ചു വരുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണിത്. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിക്കൊണ്ടിരിക്കുന്നു. 9000 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാകുന്നതിനും കനവ് ആത്മീയമായ ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബിലൂടെ നടത്തി വരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അത്ലറ്റ് മീറ്റും വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദ യാത്രകളും സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾ ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ഊർജ്ജസ്വലമായ പ്രവർത്തിക്കുന്നതിനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 70 പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു. മതനേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 1/2/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ ചേർന്ന 190ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന മീഡിയ ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MC നാട്ടിക. പ്രാർത്ഥന കുമാരി ആനി തെക്കൻതാണിശ്ശേരി. സ്വാഗതം കുമാരി സീമ എടക്കളത്തൂർ. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്തത് തൃശൂർ കാത്തലിക് പാസ്റ്റർ സെന്റർ സാധനത്തിലെ ഡയറക്ടർ റവറൻ ഫാദർ ജോസ് അച്ഛനായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ദർശന ക്ലബ്ബ് നടത്തുന്ന പങ്ക് എന്ന പരിപാടിയിൽ ഞാൻ ഉണ്ടാകും. സോളമനച്ചനെ നേരത്തെ അറിയാം. ആരും ചെറിയവരല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ സമ്മാന പൊതികളാണ്. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ വിജയികളെ പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം വത്സമ സക്കറിയ, 2ാം സ്ഥാനം സിബി വർഗീസ്, 3ാം സ്ഥാനം ഷാലി വെങ്ങിനിശ്ശേരി. പങ്കെടുത്തവർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. മുഖ്യ അതിഥിയായി വന്നത് സൈക്കോളജിസ്റ്റ്, തിയോളജിസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ ഗ്രേസ് ഹോംസ് ആയിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും പലതരം കഴിവുകൾ ഉള്ളവരാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയും വലുതാണ്. അഭിനന്ദനാർഹം തന്നെ. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് എറണാകുളത്തെ ഒരു
എറണാകുളത്തെ അധ്യാപകൻ, കഥാകൃത്ത് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ JP അലക്സാണ്ടർ അവർകളായിരുന്നു. PUS വഴിയാണ് ഞാൻ യോഗത്തിൽ എത്തിച്ചേർന്നത്. എല്ലാവരെയും കണ്ടപ്പോൾ വളരെ സന്തോഷം. എല്ലാവർക്കും പലതരം കഴിവുകളുണ്ട്. ജസ്റ്റിനാണ് എന്നെ പരിചയപ്പെടുത്തിയത്. നാം ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞത് കുമാരി ലിജി അങ്കമാലിയാണ്. അങ്ങനെ യോഗം അവസാനിച്ചു. ഡെൽമി, വത്സമാസ് കറിയ എന്നിവരുടെ ജന്മദിനമായിരുന്നു. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ആശംസകൾ എല്ലാവരും അർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീന MJ, നാട്ടിക. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? പാസ്സാക്കാം. താങ്ക് യു ലീന. നമ്മുടെ 291ാമത് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് പരിയാരം സെന്റ് ജോർജ് പള്ളി വികാരിയായ റവറൻ ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, ആദരപൂർവ്വം ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം അച്ഛ. ഓക്കെ, ഞാനിവിടെ ഉണ്ട്. 1:15 മുതൽ ഞാൻ ഈ ഒരു ഓൺലൈൻ തുറന്ന് ഞാൻ ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ മുതൽ നിങ്ങളുടെ സ്നേഹ സംഭാഷണം ഞാൻ കേട്ടു. ഇതൊരു സ്നേഹ സംഗമം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സ്നേഹ സംഗമല്ല, ഒരു കുടുംബ സംഗമമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രമാത്രം ഫ്രീ ആയിട്ട് വളരെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചിലപ്പോഴൊക്കെ കളിയാക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു. ഞാൻ കുറച്ച് വണ്ണമുള്ള അച്ഛനായതുകൊണ്ട് ഈ ക്യാമറയിൽ ഒതുങ്ങൂല, തല മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ കുടുംബത്തിന് ഫാമിലി എന്നല്ല ഇംഗ്ലീഷിൽ പറയുക. ഈ ഫാമിലിക്ക് നമ്മൾ അതിന്റെ ഓരോ വാക്കും എടുത്ത് ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ F എന്ന് പറയുമ്പോൾ ഫാദർ, A എന്ന് പറഞ്ഞാൽ ആൻഡ്, M എന്ന് പറഞ്ഞാൽ മദർ, ILY എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ്. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, അതാണ് കുടുംബം. ഇത് തന്നെയാണ് സ്നേഹസംഗമത്തിന്റെയും ആപ്തവാക്യം ഞാൻ കരുതുകയായിരുന്നു. കാരണം 15 മിനിറ്റോളം നിങ്ങളുടെ സ്നേഹ സംഭാഷണം കേട്ടിട്ടാണ് 1:30 മണിക്ക് നമ്മൾ യോഗം തുടങ്ങിയത്. അതിലുപരിയായിട്ട് കൃത്യസമയം 1:27 1:28 1:29 നമുക്ക് ആരംഭിക്കാം എന്ന് ജോസാടിനൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് ലീഡ് ചെയ്ത് ഭംഗിയായി അവതരിപ്പിച്ചത് ഞാൻ കേൾക്കുകയായിരുന്നു. അത് തന്നെ വലിയൊരു ദർശനമുള്ള ഒരു ക്ലബിന്റെ ഒരു വലിയ മാതൃകയാണ്. എന്താണ് ദർശനം എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, കണ്ണുകൾക്ക് ഇപ്പുറത്തുള്ള കണ്ണുകൾ കൊണ്ട് കാതുകൾക്കപ്പുറത്തുള്ള കാഴ്ചകൾക്കപ്പുറത്തുള്ള കാഴ്ചകൾ കാണലാണ് ദർശനം. ഒന്നുകൂടി പറയാൻ, ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഈ ഒരു ആപ്തവാക്യം. കണ്ണുകൾക്ക് ഇപ്പുറത്തുള്ള കണ്ണുകൾ കൊണ്ട് കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ് ദർശനം എന്ന് പറയുന്നത്. അത് ബാഹ്യമായി കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല, ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരുപാട് പേർക്കൊക്കെ ഉൾക്കാഴ്ച ഉള്ളവരാണ്. അതാണ് ഇത്തരം കഴിവുകൾ. റിപ്പോർട്ട് വായിച്ചപ്പോൾ കേട്ടു എത്രയധികം കഴിവുകളുള്ളവരാണ്, എത്രമാത്രം സ്പോർട്സ് മേഖലയിലും ആർട്സ് മേഖലയിലും മറ്റു ബൗദ്ധിക മേഖലയിലും ഒക്കെ വളരെ ചൈതന്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെ കാണുവാൻ സാധിച്ചു. ഞാൻ പ്രത്യേകമായിട്ട് അതിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ തൂമ്പാക്കോട് പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴാണ് അവിടെ ഗാനമേള ട്രൂപ്പ് വന്നത്. അവിടെ തൂമ്പാക്കോട് പള്ളിയിൽ ഗാനം ആലപിക്കുന്ന ജോസ് എന്ന് പറയുന്നവൻ 2 കണ്ണിനും കാഴ്ചയില്ലാത്തതാണ്. ഇങ്ങനെ സോളമൻസൻ തന്നെയാണ് അതിന്റെയും ലീഡർ എന്ന് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് വന്നിട്ട് 2 മണിക്കൂറോളം ഗാനങ്ങൾ ആലപിച്ച് അവർ പോയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അത്രമാത്രം പരിമിതികൾ ഉണ്ടായിട്ടും പരിമിതികൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് തന്റെ പരിശ്രമങ്ങളെ വിജയപ്രദമാക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിച്ചെന്നുള്ളതാണ്. എന്നെ ജിഫിനാണ് എന്നെ ഇങ്ങനെ വിളിച്ചത്. ജിഫിനോട് ഞാൻ പറഞ്ഞു, ജിഫിനെ ഉദ്ഘാടനമാണ് നടത്തുന്നത്. അത് ഉദ്ഘാടനമാണ് അച്ഛൻ നടത്തേണ്ടത്. 2 മിനിറ്റ് പറഞ്ഞാൽ മതിയോ? 2 മിനിറ്റ് പോരാച്ച. 3 മിനിറ്റ് മതിയോ? 3 മിനിറ്റ് പോരാച്ച. ഞാൻ ഉച്ച സമയമല്ലേ, എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ, 5 മിനിറ്റ് മതിയോ? 5 മിനിറ്റ് പോരാച്ച. അങ്ങനെ അവസാനം 8 മിനിറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ 8 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ഞാൻ ഇടവക പള്ളിയിലായതുകൊണ്ടും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്.
ഉച്ച കഴിഞ്ഞ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, എനിക്ക് ഒരു കൂട്ടുകാരത്തി ഉണ്ട്, ഒരു ഫ്രണ്ടിന്റെ പേര് മിനി തട്ടിൽ എന്നാണ്. മിനി തട്ടിൽ നന്നായിട്ട് എഴുതും. മിനി തട്ടിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേകതരം ക്യാൻസർ, ആ പേരെനിക്കറിയില്ല, ക്യാൻസർ. ആ ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ പെട്ടെന്ന് ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കാല് ചെരിഞ്ഞാൽ മതി, കാല് അപ്പോൾ അവിടെ പൊടിയും, അല്ലെങ്കിൽ അതിന്റെ എല്ലിന് കേടുവരും. കയ്യോ തട്ടിയാൽ മതി, അപ്പോൾ ആ കൈയുടെ ഭാഗം തട്ടി കൊടുത്ത് എല്ല് ചിന്നൽ വരും, അല്ലെങ്കിൽ അത് അപകടം വരും. ഇതാണ് മിനി തട്ടിലിന്റെ, ഞങ്ങൾ ഏകദേശം സെയിം പ്രായമാകും, മിനി തട്ടിലിന്റെ അസുഖമാണ്. മിനി തട്ടിൽ ഒരു ദിവസം ശാലോ മാസികയിൽ ഇങ്ങനെ എഴുതി വെച്ചു. ആ ശാലോ മാസികയിൽ എഴുതി വെച്ചതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, ആർ യു സെലിബ്രേറ്റിംഗ് എന്നാണ് അതിന്റെ ഹെഡിങ്. ആർ യു സെലിബ്രേറ്റിംഗ്, നീ ആഘോഷിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ അത് എഴുതി വെച്ചു, ഒരു ദിവസം ഈ രാത്രി പാതിരാ സമയം കട്ടിലിൽ കിടക്കുന്ന ഈ മിനിക്ക് ഈ അസുഖം ഇങ്ങനെ വല്ലാണ്ട് വന്നപ്പോൾ വേദനയുണ്ട്, ഒത്തിരി വേദന സഹിക്കുന്നൊരു കുട്ടിയാണ്. അത് അന്ന് യുവതിയായിരുന്നപ്പോഴാണ്, ഇപ്പോ അത് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി പ്രായമായി. അപ്പോൾ ആ മിനിക്ക് ഒരു ആധ്യാത്മിക പിതാവുണ്ട്, അച്ഛൻ തന്നെയാണ്, പള്ളിയിലെ ഫാദർ. ആധ്യാത്മിക പിതാവിനോട് ഫോൺ വിളിച്ചു പറഞ്ഞു, അന്ന് മറ്റേ ഫോണിൽ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ഫാദർ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മേലാകെ വേദനിക്കുന്നു, എൻ്റെ രോഗം ഇത് വല്ലാതായിരിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഫാദർ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ അവൾക്ക്, ഞാൻ ഇപ്പോൾ എൻ്റെ കട്ടിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, ഈ കട്ടിൽ നമ്മൾ കുർബാന അർപ്പിക്കുന്ന ബലിപീഠമായിട്ട് കരുതുക. ബലിപീഠം, കുർബാനക്ക് അർപ്പിക്കുന്ന ബലിപീഠമുണ്ട്, ബലിപീഠമായിട്ട് കരുതുക. എന്നിട്ട് അതിലാണ് നീ കിടക്കുന്നതെന്ന് ചിന്തിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർ യു സെലിബ്രേറ്റിംഗ്? നീ നിന്റെ ഈ സഹനം ആഘോഷിക്കുകയാണ്. കാരണം ഈശോ ബലിയായി അർപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു സഹനത്തിലാണോ കുരിശിൽ കിടന്നുകൊണ്ട് യേശു ആചരിച്ചത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അർപ്പിച്ചത്? അപ്പോൾ ഈ സഹനത്തെ നീ ആഘോഷിക്കുകയാണോ? ആർ യു സെലിബ്രേറ്റിംഗ്? നീ ആഘോഷിക്കുകയാണോ നിന്റെ വേദനകൾ എന്നാണ്. അങ്ങനെ ചിന്തിച്ച് ബലിപീഠമായിട്ട് കരുതി അവൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ വേദന ഉണ്ടെങ്കിലും അത് സഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നീട് വേദനകൾ വരുമ്പോഴും ഞാൻ ഈ ഫാദർ പറഞ്ഞ വാചകം ഓർമ്മയിൽ വരികയാണ്, ആർ യു സെലിബ്രേറ്റിംഗ്? നീ നിന്റെ വേദന ആഘോഷിക്കുകയാണ്. നമ്മളെപ്പോഴും വേദന അല്ല ആഘോഷിക്കാറ്, നമ്മൾ സന്തോഷമല്ല ആഘോഷിക്കാറ്. അപ്പോൾ അതുപോലെ വേദന നീ ആഘോഷിക്കുകയാണ്. ഇതുപോലെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഒരുപാട് പേരും ഇത്തരം വേദനകൾ ആഘോഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഈ 1:15 ഞാനിത് ഈ ഗൂഗിൾ മീറ്റ് ലിങ്ക് തുറന്നപ്പോൾ തന്നെ നമ്മുടെ മൂത്ത സഹോദരൻ പറഞ്ഞു, എന്നെ ഇവിടെ ഇപ്പോൾ കെട്ടി ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കയർ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് പോകാതിരിക്കുകയാണ്. അത് ചില ബ്ലോക്കുകൾ ഉണ്ടെങ്കിലും ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആർ യു സെലിബ്രേറ്റിംഗ്? അപ്പോഴാണ് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയും. ഹെലൻ കെല്ലർ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്, ശബ്ദവും വെളിച്ചവുമില്ലാത്ത എന്റെ ലോകത്തെ ഞാൻ നിരാശയോടെ നിഷേധിച്ചിരുന്നുവെങ്കിൽ ഈ ലോകവും എന്നെ തിരസ്കരിക്കുമായിരുന്നു. എന്നാൽ ഉള്ളതുകൊണ്ട് ആഹ്ലാദിക്കുവാനും എന്റെ മറ്റു കഴിവുകളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലോകത്തിന് സ്വീകാരിയായി. ലോകം എനിക്കും. ഈ വാക്കുകൾ പ്രപഞ്ചത്തിലെ നിറച്ചാർത്തും ശബ്ദവിന്യാസങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം നഷ്ടപ്പെട്ടിട്ടും ഹെലൻ കെല്ലറുടേതാണ്. ഒന്നുകൂടി പറയാം, ഞാൻ നിരാശയോടെ എന്റെ ലോകം എന്നെ തിരസ്കരിക്കുമായിരുന്നു. എന്നാൽ എന്റെ കഴിവുകൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ ലോകം എന്നെ സ്വീകരിച്ചു. ബധിരനായിട്ടും അപൂർവമായ സുന്ദരമായ സ്വരവിന്യാസത്തിന്റെ സിംഫണി തീർത്ത വിശ്രുത സംഗീതജ്ഞൻ ബീഥോവനും ബുദ്ധിമാന്യം ബാധിച്ചിട്ടും നിറങ്ങളുടെ വിസ്മയ ചേർച്ചയിലൂടെ ചിത്രകലയിലെ ലോകാത്ഭുതമായ വിൻസെന്റ് വാൻ ഗോഗും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. 16 വയസ്സില് വിവാഹഘട്ടത്തിൽ 2 കാലുകൾ മുറിഞ്ഞു പോയിട്ടും വലം കാൽ മുറിഞ്ഞു പോയിട്ടും കൃത്രിമ കാലുകൊണ്ട്
നൃത്തം ചെയ്ത ലോക പ്രശസ്തിയായ സുധാചന്ദ്രൻ നമ്മുടെ മുൻപിലുണ്ട്. എന്റെ വൈകല്യങ്ങളെ പറ്റി ഞാൻ പരാതിപ്പെടുമ്പോൾ നഷ്ടപ്പെടുത്തുകയാണ്. ഉള്ള കഴിവുകൾ ജീവിക്കുകയാണ് പ്രധാനം. മോട്ടോർ ന്യൂറോൺ എന്ന ശാരീരിക വൈകല്യത്തിന്റെ നിരാളിപ്പിടുത്തത്തിൽപ്പെട്ടിട്ടും ശാസ്ത്രലോകത്തിന്റെ മസ്തിഷ്കങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിശ്രുത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകളാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ചരിത്രം പിറത്തിയ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ എനിക്ക് ഇല്ലാത്തത് മാത്രം കണ്ടെത്തിയപ്പോൾ ഞാൻ എനിക്ക് ഉള്ളത് എന്തെന്ന അന്വേഷണത്തിലായിരുന്നു. മറ്റുള്ളവർ എനിക്ക് കാലുകളില്ലെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി കഴിഞ്ഞു. 2 കാലുകളും ഇല്ലാതിരുന്നിട്ടും ലോക പഞ്ചഗുസ്തി വേദികളിലെ ഇന്ത്യൻ സ്വർണ്ണവേട്ടക്കാരനാണ് പാലക്കാരനായ ജോബി മാത്യു. മറ്റുള്ളവർ എന്താണ് ഇല്ല നോക്കി നടക്കുകയാണ്. നമ്മൾ എന്തുണ്ടെന്ന് കരുതി നമ്മൾ ജീവിക്കുമ്പോൾ അത് വലിയ ഒരു ഉയർച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഒരു മനുഷ്യനും പൂർണ്ണരല്ല. നോ വൺ ഈസ് പെർഫെക്റ്റ്. ആരും പൂർണ്ണരല്ല. എങ്കിലും ഉള്ളതിൽ നിന്നും നമ്മൾ ഉയർത്തി നിൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻ്റെ വീട്ടില് അപ്പനും അമ്മയും ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ 8ാമത്തെ മോനാണ്. പണ്ടൊക്കെ ഭക്ഷണം വയ്ക്കുമ്പോൾ ഇങ്ങനെ താഴ്ത്ത് നിരത്തിയിരുത്തും. ചാണം മെഴുകി തറയിൽ നിരത്തി ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ വെച്ച് ഭക്ഷണം വിളമ്പും. അമ്മയാണ് ഭക്ഷണം വിളമ്പുക. ഭക്ഷണം ഇങ്ങനെ ചോറും ആദ്യം ഇട്ട് പോകും. പിന്നെ ഒരു ചാറുകറി, മീൻകറി ഉണ്ടായിരിക്കും, അല്ലെ എന്തെങ്കിലും കറികൾ ഉണ്ടാവും. മീൻകറിയുടെ പ്രത്യേകത, പണ്ട് പൈപ്പൊന്നും ഇല്ലല്ലോ, വെള്ളം കോരലല്ലേ. ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കും മീൻകറിയിൽ. അപ്പോൾ 10-25 പേരുണ്ടായിരുന്നു അന്ന്. ആ സമയത്തൊക്കെ അവർക്കൊക്കെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ അമ്മ മീൻകറി വിളമ്പ് പോയപ്പോൾ, ഞാൻ ഇളയ പുത്രനാണ്. ഞാൻ അന്ന് വളരെ ചെറുതായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ വളരെ ചെറുതായിരുന്നു. ഇപ്പോഴാണ് വണ്ണം വെച്ച് വന്നത്. അപ്പൊ ചെറുതായിരുന്ന സമയത്ത് ഞാൻ വലുതാവട്ടെ എന്ന് കരുതി അമ്മ എനിക്ക് ആകെ 4 അയില മേടിക്കുക, 25 പേര്. എന്നിട്ടാണ് നുറുക്കി എല്ലാവർക്കും എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഒരു മീൻ കഷ്ണം ഇടും. എന്നിട്ട് മറ്റുള്ളവർക്ക് ഈ ചാറൊക്കെ വിളമ്പി വരുമ്പോൾ എന്റെ പ്ലേറ്റിൽ ചോറ് അതുപോലെ തന്നെ ഇരിക്കുന്നു. സ്നേഹമുള്ള അമ്മ, ഞാൻ വലുതാവണം എന്ന് കരുതി അമ്മ, വണ്ണം വെക്കണം എന്ന് കരുതുന്ന അമ്മ വീണ്ടും ഒരു കഷ്ണം കൂടി മീൻ കഷ്ണം ഇടും. അമ്മ മറ്റുള്ളവർക്ക് ഈ വീണ്ടും കറിയൊക്കെ വിളമ്പി വരുമ്പോഴേക്കും ഇവിടെ ചോറ് അതുപോലെ തന്നെ ഇരിക്കുന്നു, മീൻ കഷ്ണം കാണാനില്ല. വീണ്ടും അമ്മ പറയും, മോനെ ഇത് ലാസ്റ്റത്തെ കഷ്ണമാണ്, നടുകഷ്ണം. ഈ നടുകഷ്ണം ഇനി കഴിക്കാൻ നീ എന്നെ ചോദിക്കരുത്, മറ്റുള്ളവർക്ക് തികയൂല, അതുകൊണ്ട് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ പറയും. അപ്പോൾ അമ്മ പറഞ്ഞ സൂത്രം ഇങ്ങനെയാണ്: നമ്മുടെ പള്ളിയിലൊക്കെ പോയി തിരുശേഷിപ്പ് തൊട്ട് ചുംബിക്കണ പോലെ ആദ്യം ഈ മീൻ കഷ്ണം തൊട്ട് ചുംബിക്കുക, പിന്നെ ഒരു ഉരുള ചോറ് തിന്നുക, അടുത്തത് വീണ്ടും ഒരു ഉരുള ചോറ് തിന്നുക, മീൻ കഴിക്കുക, ഏറ്റവും അവസാനം മീൻ കഷ്ണം കഴിച്ചാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ മീൻ മാത്രം കഴിച്ചിരിക്കും, ചോറ് കഴിക്കൂല, നീ കുഞ്ഞല്ലേ എന്ന് കരുതിയിട്ടാണ് അമ്മ പറഞ്ഞത്. എന്തുകൊണ്ടാണ് എനിക്ക് വാൽക്കഷ്ണവും തലക്കഷ്ണവും ഇഷ്ടമില്ല, നീ നടുക്കഷ്ണം മാത്രമേ ഇഷ്ടമുള്ളൂ? അതിന് പ്രധാനപ്പെട്ട കാരണം അതിൽ മുള്ളു കുറവാണ്, മാംസം കൂടുതലാണ്, അത് കഴിക്കാനും സുഖം. മുള്ളു വായിൽ കുത്തി കയറുമ്പോൾ വേദനയുണ്ട്, പലർക്കും സഹിക്കാൻ പറ്റൂല. എന്നാൽ ഏറ്റവും നല്ലതാണ് ഇഷ്ടം. പക്ഷേ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സഹനം ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് രാവിലെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തൊരു സാറ് പറയുകയായിരുന്നു, നമ്മൾ കത്തിക്ക് മൂർച്ച കുറയുമ്പോൾ എവിടെയാണ് അത് ഉരച്ച് മൂർച്ച വെപ്പിക്കുക? നല്ല മിനുസമുള്ള പ്രതലത്തിലല്ല, പരിവരുത്ത പ്രതലത്തിലാണ് അതിങ്ങനെ മൂർച്ച വെപ്പിക്കുക. ഇതുപോലെ പരിവരുത്ത പ്രതലത്തിന് മേൽ കിടക്കുന്നവര് ആർ യു സെലിബ്രേറ്റിംഗ്? നിങ്ങൾ ആഘോഷിക്കുക. ആ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ 191 സമ്മേളനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബസംഗമം സ്നേഹസംഗമം, ഈ സ്നേഹസംഗമം കുടുംബസംഗമമാണ്, കുടുംബസംഗമം സ്നേഹസംഗമമാണ്. ഈ സ്നേഹസംഗമം നമുക്ക് ഇനിയും ആഘോഷിക്കാം. നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ, നമ്മുടെ വേദനയിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു അച്ഛാ. ഞങ്ങളുടെ സ്നേഹസംഗമത്തിന് പുതിയൊരു നിർവചനം അച്ഛൻ നൽകിയിരിക്കുകയാണ്. കുടുംബസംഗമം, ഫാമിലി എന്നുള്ള ആ ഒരു അതിന്റെ ഒരു നിർവചനമൊക്കെ അച്ഛൻ പറഞ്ഞു പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോയി.
നമ്മുടെ മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്ന സംസ്ഥാന പേഴ്സണൽ സ്റ്റാഫ് അംഗം, ഇസ്കാഫ് സംസ്ഥാന സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റും കരുളായി ഗ്രാമമലയാളം ലൈബ്രറി പ്രസിഡന്റും അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കെ മനോജ് സാറാണ്. സാറിന്റെ ഏറ്റവും ആദരപൂർവ്വം ഈ ഞങ്ങളുടെ സ്നേഹസംഗമത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സാർ. പ്രിയമുള്ളവരെ, ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, അതുപോലെ ചിന്തോദീപകമായ ഒരു പ്രഭാഷണത്തിലൂടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഫാദർ വിൽസൺ എലവത്തിങ്കൽ കൂനൻ, അതുപോലെ ഇതിൽ സംബന്ധിക്കുന്ന ഈ ദർശന ക്ലബിൻ്റെ പ്രിയമുള്ള ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഞാനിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇന്ന് പങ്കാളിയായിട്ടുള്ളത്. നമ്മൾ പല ഗ്രൂപ്പുകളിലും ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേക അനുഭൂതി പകർന്നു നൽകുന്ന ഒരു ഗ്രൂപ്പായി, ഒരു ഡിസ്കഷനായി ഇത് തോന്നുകയാണ്. അതിന് കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ടുന്ന ഒരു വിഭാഗമാണല്ലോ ഭിന്നശേഷിക്കാർ. അത്തരത്തിലുള്ള ആളുകളുടെ നേതൃത്വം നൽകുന്ന അത്തരക്കാർക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയും ഒരു ക്ലബുമാണ് ദർശന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ സംഘടനയുടെ വിവിധങ്ങളായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ റിപ്പോർട്ടിലും സ്വാഗത ഭാഷണത്തിലുമൊക്കെ സൂചിപ്പിച്ചു. തീർച്ചയായും ഇത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ഗ്രൂപ്പിൽ കടന്നു വരാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായും എൻ്റെ സുഹൃത്ത്, പ്രിയ സുഹൃത്ത്, നാട്ടുകാരൻ, സന്തത സഹചാരി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള റഹ്മാൻ മുണ്ടോടൻ്റെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക്, ഈ ചർച്ചയിലേക്ക്, ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ PRO ആയിട്ടുള്ള ശ്രീ പീയൂഷ് എന്നെ ഇന്നലെ ഫോണിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ക്ഷണിക്കുകയുണ്ടായി. തീർച്ചയായും ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും, ഇന്ന് 2ാം ശനിയാണ്, അവധിയാണ്. പക്ഷേ ഇന്ന് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സമയം കണ്ടെത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പിൽ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചത്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ഇത് അച്ഛൻ ഇതിന്റെ ഉദ്ഘാടന സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിമിതികളെ, പ്രയാസങ്ങളെ, വേദനകളെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്നതാണ്, ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് എൻ്റെ മുന്നിൽ, എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഒരു പരിചയത്തിൽ ഉള്ള ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ സുഹൃത്ത് റഹ്മാൻ മുണ്ടോടൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഗൾഫിൽ പോയ സന്ദർഭത്തിൽ അവിടെ ജോലി എടുക്കുന്നതിനിടയിൽ ഇത് യാത്ര ചെയ്യവെയാണ് തൻ്റെ കാല് നഷ്ടപ്പെടുകയും വലിയൊരു അപകടത്തിൽ കാൽ നഷ്ടപ്പെടുകയും ഒപ്പമുള്ള ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾക്ക് മനോനില തകരാറിലാകുകയും ഒക്കെ ചെയ്ത അനുഭവമുള്ള, വളരെ തൻ്റെ കുഞ്ഞിന്റെ അവന്റെ മകൻ ഇന്നും കിടപ്പിലാണ്. ഒരുപാട് പരിമിതികളും അംഗപരിമിതികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടാണ് ആ കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനൊരു സർക്കാർ ജോലി നേടുന്നതിലേക്ക് വരെ അവന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വഴി അവന് സാധിച്ചിട്ടുണ്ട്. അത്തരം ഒരു അനുഭവം എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ തൻ്റെ പരിമിതികളെ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന, അച്ഛൻ പറഞ്ഞു ബിതോവനെ കുറിച്ചും അതുപോലെ തന്നെ വാൻഗോഗിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് ഒക്കെ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ എവിടെയോ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു സംസാരത്തിൽ, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അത്ഭുത മനുഷ്യനെ കുറിച്ച്. അദ്ദേഹം വീൽ ചെയറിൽ ജീവിക്കുകയും
തന്റെ 23-ാമത്തെ വയസ്സിൽ പിന്നെ 2 വർഷത്തിനകം മരണപ്പെടുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടു അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിത പോരാട്ടം നടത്തി 76 വയസ്സ് വരെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു അത്ഭുതമാണ്. അദ്ദേഹം ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രപഞ്ചശാസ്ത്ര വിഭാഗത്തിന്റെ ഡയറക്ടറായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മഹാവിസ്ഫോടന സിദ്ധാന്തം വിഖ്യാതമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. അത് ഇന്ന് ഈ എല്ലാ തലമുറകൾക്കും വേണ്ടി അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് പഠന വിധേയമാക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതും ലോക ശാസ്ത്രത്തിന് തൻ്റെതായ സംഭാവനകൾ സമർപ്പിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയായി ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ നിസ്തുലമായ അദ്ദേഹത്തിന്റെ ഒരു കർമ്മമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ലോകത്തിലെ ഏകദേശം 15% പേരാണ് ഭിന്നശേഷിക്കാരായി അറിയപ്പെടുന്നത്. അതിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന പിഞ്ചു കുട്ടികളുണ്ട്. അവരൊക്കെ ഇന്ന് ആ തൻ്റെ ശാരീരികമായ എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് അവർക്ക് പഠിക്കാനും ലോകത്തെ മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഇന്ന് ലോകം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു പുണ്യപ്രവൃത്തിയായി അതിനെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കോട്ടയത്തുള്ളൊരു സാബുവിന്റെ ഒരു കഥ കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ ജീവിതകഥ. അത് അദ്ദേഹം കിണറില് ഒരു പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാറ പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി 2 കണ്ണുകൾ നഷ്ടപ്പെട്ട സാബു എന്ന് പറയുന്ന കോട്ടയം ജില്ലക്കാരൻ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഈ അതിജീവിച്ചുകൊണ്ട് ഈ പരിമിതികളെ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് സമ്പന്നനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറി എന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതകഥ അടുത്തിടെ ഞാൻ കേൾക്കാനിടയായി. തീർച്ചയായും അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ, അത്ഭുതകരമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ആവേശം പകരേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇന്നും അത്തരം കാര്യങ്ങളിൽ വളരെ ആ കാര്യങ്ങളിൽ പരിമിതമായ ഒരു പ്രവർത്തനമാണ് മനുഷ്യന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ബൈബിളിൽ പറയുന്നുണ്ട്, ഖുറാനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൗരാണികമായ ഗ്രന്ഥങ്ങളിൽ, ഭാരതീയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. മാനവസേവ, മാധവസേവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും വളരെ അപൂർവം ചില ആളുകളാണ് ഇത്തരം മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തയ്യാറാകുന്നത്. ഈ ദർശന ക്ലബിന്റെ നേതൃത്വം നൽകുന്ന ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിലെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ്, ഒരു ദൈവികമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ദർശന ക്ലബ്ബ് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് റഹ്മാന്, അദ്ദേഹത്തിന് നീന്തലിൽ ഒരു കഴിവുണ്ട് എന്ന് കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും മധ്യപ്രദേശിലും ഹൈദരാബാദിലും ഒക്കെ നടന്ന നിരവധിയായ പരിപാടികളിൽ അദ്ദേഹത്തിന് പങ്കെടുത്ത് അഭിമാനകരമായ നേട്ടം അദ്ദേഹത്തിന് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതിന് വഴികാട്ടിയായി പ്രവർത്തിച്ചത് ഈ ദർശന ക്ലബും ഈ സൊസൈറ്റിയുമാണ് എന്ന് നമുക്ക് പറയുന്നത് അഭിമാനത്തോടു കൂടി പറയുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇതിന്റെ ക്ലബിന്റെ വിവിധങ്ങളായ ക്ലബ്ബുകൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു മീറ്റിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയ ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ സാമൂഹിക നീതി വകുപ്പ് വിവിധങ്ങളായ സഹായ പദ്ധതികൾ
ഇത്തരക്കാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ വിജയം. അത്തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ വഴി അതിന് സാധിക്കും. അതിന് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും ഞാൻ തയ്യാറാണ് എന്നുള്ള സന്നദ്ധത കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇത്തരം ഈ ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ഇതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെ ഒരിക്കൽ കൂടി അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് നന്ദി. തിരക്കിന്റെ ഇടയിൽ ഞങ്ങളുടെ ഈ ഒരു സ്നേഹസംഗമത്തിൽ വരികയും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നന്ദി സാറിനെ അറിയിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സാർ. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നാടക സിനിമാ മേഖലയിൽ നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പേരെടുത്തിട്ടുള്ള ശ്രീ സരീഷ് പുളിഞ്ചേരി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സ്നേഹസംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഈ ജീവന്റെ ഉറവ ഗ്രൂപ്പ്, ഇതിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഈ ഗ്രൂപ്പിലെ ഭയങ്കര സജീവമായിട്ട് സാന്നിധ്യമായിട്ടുള്ള നമ്മുടെ സിജോൺ, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹം വഴിയാണ് അറിയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നിയത്, ഇപ്പോ നമ്മള് പുറത്തുനിന്ന് എല്ലാവരും പറയും പരിഗണിക്കപ്പെടേണ്ടവരാണ്, അത് വളരെ പരിഗണിക്കപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അവർക്ക് അത്ര നമ്മുടെ പോലെ അങ്ങനെ പൊതുവേ ഉള്ളൊരു ധാരണയും പറച്ചിലും ഒക്കെ അവർക്ക് നമ്മളെ പോലെയല്ലല്ലോ എന്നുള്ള ഒരു അനുകമ്പ. സത്യം പറഞ്ഞാല് ഈ അനുകമ്പയോ സഹതാപമോ ഒന്നല്ല. ശരിക്കും ഇങ്ങനെയുള്ള ഈ ജീവന്റെ ഉറവ ഗ്രൂപ്പിൽ പെട്ട ആളുകളെ പോലെയുള്ള എന്റെ മറ്റു സഹോദരങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നല്ല ആരോഗ്യമുണ്ട് എന്ന് സ്വയം തോന്നിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കൂടി ഇത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ ഈ അവസ്ഥയില് ഇത്രയും ആക്റ്റീവായിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ ഉണർത്താൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ സിജോ ചേട്ടന്റെ ഒക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ SLC ഗ്രൂപ്പൊക്കെ അദ്ദേഹത്തിനുള്ളപ്പോ വളരെ ശോകമുഖമായ അന്തരീക്ഷം കിടക്കുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ സിജോ ചേട്ടൻ വന്നാൽ 4 പാട്ടൊക്കെ പാടി അതിനൊന്ന് ഉണർത്തി ഒരു ഓളം തെല്ലിച്ച് അവിടെ പോകും. അപ്പോ ശരിക്കും അതേപോലെ തന്നെ പങ്കെടുക്കുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കഴിവുകളും ഉണ്ട് എന്ന് ധരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലായിടത്തും സൈലന്റ് ആകുമ്പോ ഇദ്ദേഹം ആ ഒരു സ്ഥലത്തിനെ മൊത്തം ഭയങ്കര ആക്റ്റീവാക്കി മാറ്റും. അതിന് തീർച്ചയായിട്ടും ഈ ദർശന സർവീസ് സൊസൈറ്റി ജീവന്റെ ഉറവ ഗ്രൂപ്പ് എന്ന ഈ ഗ്രൂപ്പില് ഉള്ള എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമയും സഹകരണവും ആ ധൈര്യമൊക്കെ തന്നെയാണ് അതിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇതുപോലെ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എനിക്കൊരു സിജോ ചേട്ടന് റിക്വസ്റ്റ് വന്നു, ഇങ്ങനെ പാട്ടുണ്ട്, ഞങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് പാടുന്ന, വലിയ ഗായകരൊന്നല്ല, നിങ്ങൾക്കൊന്ന് മാർക്കിടേണ്ട കാര്യത്തിനൊക്കെ എന്ന് പറഞ്ഞപ്പോ അപ്പോഴും ഞാൻ ചിന്തിച്ചത്, അയ്യോ ഇവർക്ക് മാർക്കിടുമ്പോ ഞാൻ എങ്ങനെ മാർക്കിടണം എന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ 3-4 പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി, എന്താ ഞാൻ ഈ ചിന്തിക്കണേ, ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിന് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട പോലെ എല്ലാവിധ കഴിവുകളുള്ളവരാണ് എന്നുള്ള ഉറപ്പില് അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായി. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പ് ദർശന സർവീസ് സൊസൈറ്റിയുടെ 191ാമത് സ്നേഹ സംഗമത്തിലേക്ക് എനിക്ക് ഒരു ആശംസ പറയാനാണ് വിളിച്ചത്. എന്നാലും എനിക്ക് ഈ ഒരു അവസരം തന്നതിന് പ്രത്യേകിച്ച് എന്റെ സുഹൃത്ത് സിജോണിനോടും അതുപോലെ തന്നെ ഇന്നലെ പിയൂസ് എന്ന് പറഞ്ഞ നമ്മുടെ PRO എന്നെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിനും മറ്റ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്നേഹ സംഗമത്തിലേക്ക് വിളിച്ചതിൽ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള എല്ലാ പരിപാടികളിലും എല്ലാം വിജയമായി തീരട്ടെ, എല്ലാവർക്കും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ ബയോളജിസ്റ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ലാബ് അസിസ്റ്റന്റ്, മലപ്പുറം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ
മമ്പാട് റഹ്മാനിയ സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഭിന്നശേഷി മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീമതി ഷാഹന മമ്പാടിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക്, നമ്മുടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. ദർശന ക്ലബിന്റെ എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന സ്നേഹ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചത് നമ്മുടെ റഹ്മാൻ മുണ്ടോടൻ കരുളായിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദർശന ക്ലബിന്റെ PRO പീയൂഷ് കൊട്ടപ്പറമ്പ് എന്നെ ഇന്നലെ വിളിച്ച് സംസാരിക്കുകയും ശരി, എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഇത്ര വലിയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷൻ ഫാദർ സോളമൻ സർ, ചെയ്ത നമ്മുടെ വിൽസൺ ഫാദർ, അതുപോലെ മുഖ്യാതിഥി നമ്മുടെ മനോജ് സർ, വിശിഷ്ടാതിഥി ശ്രീമതി സുമതി ബാബുക്കുട്ടൻ മാഡം, അതുപോലെ ഇതിനകത്ത് നമ്മളെ ഈ പരിപാടിയുടെ സ്നേഹസംഗമത്തിലെ ഭാഗമായിട്ട് ഇതിൽ ആശംസകൾ അറിയിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. എന്തായാലും ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉള്ള അവരുടെ ഉന്നമനത്തിനായിട്ടും അവരുടെ കഴിവുകൾ, തനതായ കഴിവുകൾ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അവസരം നൽകുന്ന ദർശന സർവീസ് സൊസൈറ്റി അതുപോലെ ദർശന ക്ലബിൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായ സോളമൻ സാറ് ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ അവരുടെ എന്താണോ അവരുടെ കഴിവുകൾ അത് പരിപോഷിപ്പിക്കാനുള്ള ഇത്തരം സന്ദർഭങ്ങൾ ഇത്ര സ്റ്റേറ്റ് തലമായിട്ടും നാഷണൽ ലെവലായിട്ടും ഇങ്ങനെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോവുകയും അവരെ വിന്നറാക്കി അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ ഫാദർ വിൽസൺ സർ നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ചും ബീതോവനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവര് എങ്ങനെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് എങ്ങനെ അവർ മ്യൂസിക്കിനെ പഠിച്ചെടുത്തത്, അവർ ടച്ചിങ്ങിലൂടെയൊക്കെയാണ്, അല്ലാതെ അവര് ജീവിതത്തിൽ അത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രുമെന്റിന്റെ എങ്ങനെയാണെന്ന് പോലും അതിൻ്റെ രൂപവും ഭംഗിയും അറിയാതെ അവർ പഠിച്ച് ലോകത്ത് കാണിക്കുകയും ചെയ്ത പ്രമുഖ മഹാന്മാരെ കുറിച്ച് നമുക്ക് നമ്മളെ മുന്നിൽ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ദർശന ക്ലബിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് വിധവകളായ സ്ത്രീകളെ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്നേഹവും കരുതലും നൽകി നമ്മുടെ തണൽമരങ്ങളായി പ്രവർത്തിക്കുന്ന ദർശന ക്ലബിന് ഒരുപാട് ആശംസകൾ അറിയിക്കാം. മാത്രല്ല അവരോട് കൂടെ നമ്മൾ എന്നും നിലനിൽക്കണമെന്ന് എൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായങ്ങൾ എനിക്ക് പറ്റാവുന്നത് എന്തുണ്ടോ അതിനുവേണ്ടി ഞാനും പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനോടുകൂടി അറിയിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് റഹ്മാൻ മുണ്ടോടനാണ്. എന്തായാലും റഹ്മാൻ മുണ്ടോടിന്റെ കഥകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ പറയുകയുള്ളൂ ജീവിതത്തിൽ നമുക്ക് രണ്ടാം ജന്മം. അതുപോലെ അദ്ദേഹം ഒരു മോർച്ചറിയിൽ നിന്നും നമ്മളെ ഇപ്പം കാണുന്ന ആള് മോർച്ചറിയിലായിരുന്നു. അതെന്ന് കണ്ടപ്പോഴാണ്
ആൾക്ക് ജീവനുണ്ട് പറഞ്ഞാണ്ട് പുതിയ ജീവിതത്തിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ സ്വിമ്മിങ് പാരാ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് വിന്നറായി സ്റ്റേറ്റും അതുപോലെ നാഷണൽ ലെവലിലും വിന്നറാകാനൊക്കെ കഴിഞ്ഞു. അതൊക്കെ തന്നെ നമ്മളെ മുന്നിൽ ഒരു പാഠമാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 4 ചുമരുകൾക്കുള്ളിൽ അവരൊതുക്കുന്നതിന് പകരം അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് സമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ ദർശന ക്ലബിന് പോലുള്ളത് കഴിഞ്ഞതിൽ ഞാൻ അവരെ ഇനിയും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി കൂടുതൽ ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിൻ്റെ അതുപോലെ തന്നെ ആർട്സ്, കൾച്ചർ, അതേപോലെ തന്നെ എഡ്യൂക്കേഷണലി ഫോർവേഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ പരിപാടികളുടെയൊക്കെ എല്ലാത്തിനും അതിൻ്റെ ഉന്നതിയിൽ എത്താൻ വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. താങ്ക് യു. ശരി, 5 പേർക്ക് നറുക്കെടുക്കാൻ പോകുന്നു. എല്ലാവരും അനുവാദത്തോടു കൂടി നറുക്കെടുക്കാൻ പോകുന്നു. റോസമ്മ ചാക്കോ 6. റോസമ്മ ചാക്കോ കൺഗ്രാറ്റുലേഷൻസ്. ആളുണ്ടോ? റോസമ്മ ചാക്കോ പ്ലീസ്. അല്ല, അതിന് ആളുണ്ട് ചോദിക്കണ്ട. ജോസേട്ടോട് മാറ്റി വെച്ചാൽ മതി. അതിന് ആളുണ്ട് ചോദിക്കണ്ട. ആയിക്കോട്ടെ. ശരി ശരി. ഓക്കെ താങ്ക് യു. അനഘ റോസ് കൺഗ്രാറ്റുലേഷൻസ്. ജോസേട്ടാ എന്റെ കുട്ടിയാണ്. ഓക്കെ, അനഘ തീർച്ചയായിട്ടും. ജോയ് കാക്കശ്ശേരി, ജോയ് പാവർട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ജോയ് പാവർട്ടി 34. രതി ബാലൻ 19. ഇവിടെയുണ്ട്. ഓക്കെ, 1 2 3 4 ലാസ്റ്റ്. സോഫി മുത്ത്. കൺഗ്രാറ്റുലേഷൻസ്. സോഫി മുത്ത്. ഓക്കെ, 5 പേരായി. 5 പേരെ മാറ്റി വെക്കട്ടെ. പേരുകൾ മാറ്റി വെക്കും. റോസമ്മ ചാക്കോ, രതി ബാലൻ, ജോയ് കാക്കശ്ശേരി, സോഫി മുത്ത്, അനഘ റോസ്. നീ നന്ദി പറഞ്ഞ വേഗം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 191ാമത് സ്നേഹസംഗമത്തില് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി കുമാരി ട്രീസ മുള്ളൂർക്കരെ ക്ഷണിച്ചുകൊള്ളുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന 191ാമത് സ്നേഹ സംഗമത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ദർശന ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി നന്ദി പറയുന്നത് ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ ഫാദർ റവറർ സോളമൻ കടുമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്ത എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറർ ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ. അച്ഛൻ പരിയാരം സെന്റ് ജോർജ് പള്ളി വികാരി അച്ഛനാണ്. അച്ഛനെ എന്റെ ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹസംഗമത്തിലേക്ക് മുഖ്യ അതിഥിയായി വന്ന ശ്രീ കെ മനോജ് സാറിനാണ്. അദ്ദേഹം സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഇസ്കഫ് സംസ്ഥാന സമിതി അംഗവും മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, കരുളായി ഗ്രാമ മലയാളം ലൈബ്രറി പ്രസിഡന്റ്, അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് എന്നീ മേഖലകളിൽ സേവനം ചെയ്യുന്ന സാറിന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് വിശിഷ്ട അതിഥിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീമതി ഡി സുമതി ബാബുക്കുട്ടൻ ഐങ്ങൽ ക്രോസ്. മാഡം വനിതാ ലീഗ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും
സ്റ്റേറ്റ് കൗൺസിലറും ഡോക്ടർ അംബേദ്കർ ഡെവലപ്മെന്റ് സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ഓൾ ഇന്ത്യ SC/ST ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നീ മേഖലകളിൽ സേവനം ചെയ്യുന്ന മാഡത്തിന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് ആശംസ പറയാൻ വന്ന ശ്രീ സരീഷ് പുളിയഞ്ചേരി സാറിനാണ്. അദ്ദേഹം നടൻ, സംവിധായകൻ, ഗാനരചയിതാവ്, ഗായകൻ, നാടകം, സിനിമ എന്നീ മേഖലകളിൽ സേവനം ചെയ്യുന്നു. സാറിനെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ആശംസ പറയാനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീമതി ഷാഹിന മാമ്പാടാണ്. മാഡം തിരുവനന്തപുരം മ്യൂസിയത്തിൽ ബയോളജിസ്റ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ലാബ് അസിസ്റ്റന്റ്, മലപ്പുറം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST, മാമ്പാട് റഹ്മാനിയ സ്കൂളിൽ HSST എന്നീ നിലകളിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഭിന്നശേഷി മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും പ്രവർത്തിച്ചു വരുന്ന മാഡത്തിന് ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ശ്രീ ഷിബിൻ ഹാരിക്കും കോർഡിനേറ്ററായ പീയൂഷ് കോട്ടപ്പുറത്തിനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് അവതരണം നടത്തുന്ന കുമാരി സിബി സഭ വർഗീസിനും പ്രാർത്ഥനഗാനം ആലപിച്ച കുമാരി രതി ബാലനും സ്വാഗതം പറഞ്ഞ കുമാരി സിമിൽ സെബാസ്റ്റിനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിച്ച കുമാരി ലീന MJ നാട്ടികയ്ക്ക് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്ന ദർശന സ്വിമ്മിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും പിന്നെ എല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സിനും എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ട്രീസ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 194 സ്നേഹസംഗമം അവസാനിക്കുകയാണല്ലോ അല്ലേ?